നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് ലോബിക്ക് ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് അച്ഛൻ KC ഉണ്ണി. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായതോടെ കൊലപാതകമെന്ന സംശയം ബലപ്പെട്ടതായി ഉണ്ണി പറഞ്ഞു. അർജുൻ മുൻപും നിരവധി കേസുകളിൽ പ്രതിയാണ്. നിയമപോരാട്ടത്തിൽ ഇതുവരെ നീതി ലഭിച്ചിട്ടില്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘത്തെ സംരക്ഷിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെയും CBIയുടെയും ശ്രമമെന്നും ഉണ്ണി. അർജുനെതിരെ ഇപ്പോൾ ഉയർന്ന ആരോപണം CBIയെ അറിയിക്കാനാണ് തീരുമാനം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ വീണ്ടും കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിയെടുത്തു. തെറ്റുപറ്റിയെന്ന് ADM തന്നോട് പറഞ്ഞുവെന്നായിരുന്നു മുമ്പ് കളക്ടർ മൊഴി നൽകിയത്. യാത്രയയപ്പ് സമ്മേളനത്തിന് ശേഷം ചേംബറിലെത്തിയാണ് നവീൻ ബാബു ഇക്കാര്യം പറഞ്ഞതെന്നും മൊഴി നൽകിയിരുന്നു. അതിൽ വ്യക്തത തേടിയാണ് വീണ്ടും മൊഴിയെടുത്തത്. കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലെത്തിയാണ് ACP രത്നകുമാർ, ശ്രീജിത്ത് കൊടേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മൊഴിയെടുപ്പ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക്. കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. പെൻഷൻ അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണവകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയത്. കോട്ടയ്ക്കൽ നഗരസഭയിൽ ക്ഷേമ പെൻഷൻ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. 42 ഗുണഭോക്താക്കളിൽ 38 പേരും അനർഹർ. BMW കാറുള്ളവർക്കും ക്ഷേമ പെൻഷൻ പട്ടികയിലെന്ന് വിവരം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടിന് കാരണം അപേക്ഷകളുടെ യോഗ്യതാ നിബന്ധനകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ സംഭവിച്ച വീഴ്ച. 2017നും 2020നും ഇടയിൽ 9021 പേർ ചട്ടവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതാണ് CAG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. യോഗ്യതയില്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്രമരഹിതമായി വിതരണം ചെയ്തതിലൂടെ സർക്കാർ ഖജനാവിന് വൻ നഷ്ടമുണ്ടായതായും CAG റിപ്പോർട്ടിൽ പരാമർശം. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതിയുടെ അനുമതി. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന്റെ മൊഴിയെടുക്കാനും 90 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും പോലീസിന് കോടതി നിർദ്ദേശം നൽകി. തിരൂർ സതീശന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജ് N വിനോദ് കുമാറാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഹേമ കമ്മിറ്റിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമെതിരെ നടി മാലാ പാർവതി. കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിനെതിരെ നടി സുപ്രീം കോടതിയിൽ. രഹസ്യമാക്കി വെക്കാനാമെന്നാണ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് മാലാ പാർവതി പറഞ്ഞു. മൊഴിയുമായി ബന്ധപ്പെടാത്തവരെ പോലും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുവെന്നും പരാതി. കടകംപള്ളി വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ കൂട്ടവധിയിൽ. പ്രതിഷേധത്തെ തുടർന്നാണ് കൂട്ടവധി. വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിലെത്തിയ സാധാരണക്കാർ ബുദ്ധിമുട്ടിൽ. കടകംപള്ളി വില്ലേജ് ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ടവധിയിൽ നടപടിയുമായി റവന്യൂ വകുപ്പ്. അന്വേഷണത്തിന് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി K രാജൻ. അവധിയെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ADMന് നിർദ്ദേശം നൽകി. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ വിഷയം ഗൗരവതരമെന്ന് മന്ത്രി. നടപടി News 18 വാർത്തയെ തുടർന്ന്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും നാളെ മണ്ഡലത്തിലെത്തും. രാവിലെ 11-ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന ഇരുവരും മുക്കത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. കരുളായി, വണ്ടൂർ, ഇടവണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്ക ഗാന്ധി സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ഞായറാഴ്ച മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളുണ്ട്. സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്നു. മണ്ഡലകാലത്ത് ഏറ്റവും തിരക്കേറിയ ദിവസം ഇന്നലെയായിരുന്നു. 87,993 പേരാണ് ഇന്നലെ സന്നിധാനത്ത് എത്തിയത്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ്. മണിക്കൂറിൽ 4000-നും 5000-നും ഇടയിൽ അയ്യപ്പന്മാർ 18-ാം പടി കയറുന്നുണ്ടെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ 45,357 പേർ ദർശനം നടത്തി. ശബരിമലയിൽ കുട്ടികൾ, മാളികപ്പുറങ്ങൾ, വയോജനങ്ങൾ
ഭിന്നശേഷിക്കാർ എന്നിവരുടെ ദർശനം സുഗമമാക്കാൻ പ്രത്യേക ഗേറ്റ്. ശ്രീകോവിലിന് സമീപം ക്രമീകരിച്ച ഗേറ്റിലൂടെ ആദ്യത്തെ വരിയിലെത്തി ഇവർക്ക് ദർശനം നടത്താം. കുട്ടികൾക്കൊപ്പം ഒരു രക്ഷിതാവിനെയും ഇതുവഴി കടത്തിവിടും. പമ്പയിൽ നിന്ന് മല കയറിയ ശേഷം കുട്ടികളുമായി ഏറെ സമയം കാത്തുനിൽക്കുന്നത് ഒഴിവാക്കാനാണ് ഈ പ്രത്യേക ക്രമീകരണം. നേരത്തെ വലിയ നടപ്പന്തലിൽ നിന്നും 18ാം പടിക്ക് സമീപത്തേക്കെത്താൻ കുട്ടികൾക്ക് മുതിർന്നവർക്കുമായി പ്രത്യേക വരി ക്രമീകരിച്ചിരുന്നു. മണ്ഡലകാല തീർത്ഥാടനം 2 ആഴ്ച പിന്നിടുമ്പോൾ ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ വർധനവ്. 3.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ കൂടുതലായി എത്തിയപ്പോൾ വരുമാനത്തിൽ 16 കോടിയുടെ വർധനവുണ്ടായി. ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിൽ തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവദിക്കേണ്ടെന്ന ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത് ശബരിമല തന്ത്രിയും മാളികപ്പുറം മേൽശാന്തിയും. കോടതി നിർദ്ദേശം പ്രായോഗികമായി നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. മാളികപ്പുറം ക്ഷേത്രത്തിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതറുന്നതും ആചാരമല്ലെന്ന് ബോധ്യപ്പെടുത്താൻ നടപടികളുമായി ദേവസ്വം ബോർഡ്. ഇതിനായി ക്യാമ്പയിൻ നടത്തും. തീർത്ഥാടകരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരെ ബോധവൽക്കരിക്കുമെന്നും PS പ്രശാന്ത്. തൃപ്പൂണിത്തുറ ശ്രീപൂർണത്രയീശ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി 15 ആനകളുമായി കാഴ്ചശീവേലി നടന്നു. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ആനകളെ എഴുന്നള്ളിച്ചത്. ആനകളെ 2 നിരയായി നിർത്തിയാണ് ശീവേലി നടന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനകൾ തമ്മിൽ 3 മീറ്ററിന്റെ അകലം ടേപ്പ് വെച്ച് അളന്ന് സ്ഥാനം തിട്ടപ്പെടുത്തിയത് അടിസ്ഥാനമാക്കിയാണ് ആനകളെ നിർത്തിയത്. ഹൈക്കോടതി ഉത്തരവ് പരിഗണിച്ച് ആനപ്പന്തലിൽ 6 ആനകളെ മാത്രമാണ് നിർത്തിയത്. ബാക്കി 9 ആനകളെ ആനപ്പന്തലിന് പുറത്ത് 2 വരിയായി നിർത്തിയാണ് ശീവേലി നടന്നത്. ക്ഷേത്രം വലം വെക്കുമ്പോഴും ആ അകലം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തി. തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളത്തിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ ഇളവ് തേടി ക്ഷേത്രം നൽകിയ ഹർജിയാണ് മാറ്റിയത്. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പുനർനിർമ്മാണം പൂർത്തിയായി. കൂദാശ കർമ്മവും പ്രതിഷ്ഠയും ഇന്നും നാളെയും നടക്കും. മലങ്കര ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിക്കും. വിമതർക്കെതിരെ നടപടി കടുപ്പിച്ച് സീറോ മലബാർ സഭ. മഞ്ഞപ്ര ഇടവകയിലെ സഹവികാരി ഫാദർ ജെഫിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇടവക വികാരി പള്ളിയിൽ സർക്കുലർ വായിക്കുന്നതിനിടെ സഹവികാരി മൈക്ക് ഓഫ് ചെയ്തതാണ് നടപടിക്ക് കാരണം. ഫാദർ ജെഫിനെ ഇടവകയിൽ നിന്ന് മാറ്റുകയും പൊതുകുർബാന അർപ്പിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. കോതമംഗലം കുട്ടമ്പുഴ കാട്ടിൽ അകപ്പെട്ട സ്ത്രീകളെ തിരിച്ചെത്തിച്ചു. 3 പേരും എത്തിപ്പെട്ടത് ഉൾവനത്തിൽ 6 കിലോമീറ്റർ അകലെ. കണ്ടെത്തിയത് വനപാലകരുടെയും നാട്ടുകാരുടെയും രാത്രി മുഴുവൻ നീണ്ട തിരച്ചിലിനൊടുവിൽ. ഇന്നലെ വൈകിട്ട് സ്ത്രീകൾ കാട്ടിലേക്ക് പോയത് പശുവിനെ തേടി. കഴിഞ്ഞുപോയത് ഭീതി നിറഞ്ഞ രാത്രിയെന്ന് വനത്തിൽ കുടുങ്ങിയ സ്ത്രീകൾ. ആനകളിൽ നിന്ന് രക്ഷപ്പെട്ടത് പാറപ്പുറത്ത് കയറിയിരുന്നതാണെന്ന് സ്ത്രീകൾ പറഞ്ഞു. പുലർച്ചെ വരെ ആനക്കൂട്ടം പാറയ്ക്ക് ചുറ്റും നിലയുറപ്പിച്ചിരുന്നുവെന്ന് പാറുക്കുട്ടി. 3 പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മലയാറ്റൂർ DFO. പറവ ഫിലിംസ് 60 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിവരം പുറത്തുവന്നത്. നടൻ സൗബിൻ ഷാഹിറിനെ വിളിപ്പിച്ച് വിശദീകരണം തേടും. സിനിമാ വിതരണ നിർമ്മാണ കമ്പനികളിൽ പരിശോധന തുടരുമെന്ന് ആദായ നികുതി വകുപ്പ്. ഡ്രീം ബിഗ് ഫിലിംസ്, പറവ എന്നീ കമ്പനികളിൽ നടത്തിയ പരിശോധനയിലാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. അസാധാരണ അംഗവൈകല്യത്തോടെ കുട്ടി ജനിച്ചതിൽ ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ വേറെയും പരാതി. ഡോക്ടർ പുഷ്പ എടുത്ത പ്രസവത്തിൽ കുഞ്ഞിന്റെ തോളലും ഞരമ്പുകളും തകർന്നതായി രക്ഷിതാക്കൾ. 1.5 വയസ്സുള്ള കുട്ടിയുടെ കൈ ഭാഗികമായി തളർന്ന നിലയിലാണ്. കുട്ടിയുടെ അമ്മ അശ്വതിയുടെ ചികിത്സയിലും പിഴവുണ്ടായി. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതി നൽകിയിട്ടും ആശുപത്രി അധികൃതർ തുടർ നടപടിയെടുത്തില്ല. സമസ്തയെയും ലീഗിനെയും വേർതിരിക്കാൻ രാഷ്ട്രീയ കക്ഷി നീക്കമെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെയും ജിഫ്രി
തങ്ങളെയും രണ്ട് ഭാഗത്ത് നിർത്താനുള്ള നീക്കം തടയും. സമസ്തയിൽ പിളർപ്പുണ്ടാക്കുകയല്ല ലക്ഷ്യമെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഡോക്ടർ പി സരിൻ ഇനി CPM-ൽ. AKG സെൻട്രൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ സരിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഘടകവും മറ്റു ചുമതലകളും സരിനുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് MV ഗോവിന്ദൻ. ഭക്ഷ്യ വ്യവസായ രംഗത്ത് കേരളം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് മന്ത്രി P രാജീവ്. തിരുവനന്തപുരം കിൻഫ്ര പാർക്കിൽ ആരംഭിക്കുന്ന വെഫ ഹണിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. മികച്ച ഗുണമേന്മ ഉറപ്പാക്കാൻ കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നുണ്ടെന്നും മന്ത്രി. തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ തർക്കം. നെയ്യാറ്റിങ്കര ബോയ്സ് സ്കൂൾ 1ാം സ്റ്റേജിൽ ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ ഉടനാണ് തർക്കമുണ്ടായത്. വിധികർത്താക്കൾ പണം വാങ്ങിയെന്നാരോപിച്ച് ഒരു വിഭാഗം പ്രതിഷേധിച്ചു. ഇടപെട്ട് അപ്പീൽ നൽകാനുള്ള അനുമതി നൽകുകയാണ്. കുട്ടികളെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാർ കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം വിട്ടുകൊടുത്തവർ പ്രതിസന്ധിയിൽ. വീട് നിർമ്മിക്കാൻ എയർപോർട്ട് അതോറിറ്റി NOC നൽകാത്തതിനാൽ ദുരിതത്തിലായത് 400-ലധികം പേർ. NOC ലഭിക്കാത്തതിനാൽ നിർമ്മിച്ച വീടുകൾക്ക് നമ്പർ കിട്ടുന്നില്ലെന്നും പരാതി. എയർപോർട്ട് അതോറിറ്റിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിൽ. തീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലും പുതുച്ചേരിയിലും സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് അവധി. ചെന്നൈ, ചെങ്കൽപ്പെട്ട്, കടലൂർ എന്നിവിടങ്ങളിലാണ് സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി നൽകിയത്. പുതുച്ചേരിയിൽ നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പിൻവലിച്ചെങ്കിലും ന്യൂനമർദ്ദം തീവ്രമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. നാളെ തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ദേശീയ വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചട്ടം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം മറ്റന്നാൾ. NDA യോഗവും BJP നിയമസഭാ കക്ഷി യോഗവും അന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ വകുപ്പുകൾ സംബന്ധിച്ച് ധാരണയായി. കേന്ദ്രമന്ത്രിസഭയിൽ ശിവസേനയ്ക്ക് ക്യാബിനറ്റ് പദവിയും NCPക്ക് പ്രാതിനിധ്യവും ലഭിച്ചേക്കുമെന്നാണ് സൂചന. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് പരാജയം യോഗം ചർച്ച ചെയ്യും. അദാനി വിവാദത്തിൽ പാർലമെന്റിന് പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് ആലോചന. ഉത്തർപ്രദേശ് സംഭാൽ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്കെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പ്രാദേശിക സിവിൽ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജുമാ നമസ്കാരത്തിന് മുന്നോടിയായി പള്ളിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. പുറത്തുനിന്നുള്ളവർ മുൻകൂർ അനുമതിയില്ലാതെ സംഭാലിലേക്ക് പോകുന്നതിൽ നാളെ വരെ വിലക്കുണ്ട്. അറബിക്കടലിൽ വൻ മയക്കുമരുന്ന് വേട്ട. ഇന്ത്യൻ ശ്രീലങ്കൻ നാവികസേനകളുടെ സംയുക്ത തിരച്ചിലിൽ 500 കിലോ മയക്കുമരുന്ന് പിടികൂടി. 2 ശ്രീലങ്കൻ മീൻപിടുത്ത ബോട്ടുകളിലായി കടത്തുകയായിരുന്നു മയക്കുമരുന്ന്. മത്സ്യബന്ധന ബോട്ടുകൾ വഴി മയക്കുമരുന്ന് കടത്തുന്നതായ വിവരം ശ്രീലങ്കൻ നാവികസേനയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയത്. വ്യോമാതിർത്തിയിൽ വിപുലമായ നിരീക്ഷണവും നടത്തിയിരുന്നു. പിടിച്ചെടുത്ത ബോട്ടുകളും ജീവനക്കാരെയും ശ്രീലങ്കയ്ക്ക് കൈമാറി. ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണു മരിച്ചു. പൂനെയിലെ
ഗാർബേർ സ്റ്റേഡിയത്തിൽ കളിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഓപ്പണറായി ഇറങ്ങിയ ഇമ്രാൻ പട്ടേലാണ് മരിച്ചത്. കളിക്കിടെ അസ്വസ്ഥത അനുഭവപ്പെട്ട യുവാവ് ഇക്കാര്യം സഹബാറ്ററെ അറിയിച്ചു. ഇരുവരും ഇക്കാര്യം അമ്പയർമാരോട് പറയുകയും ചെയ്തു. തുടർന്ന് ഇമ്രാന് കളിക്കളം വിടാൻ അനുമതി നൽകി. എന്നാൽ പെവലിയനിലേക്ക് മടങ്ങുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീഴുകയായിരുന്നു. മുംബൈയിൽ എയർ ഇന്ത്യ പൈലറ്റ് സൃഷ്ടി തുലിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. യുവതിയുടെ പുരുഷ സുഹൃത്ത് ആദിത്യ പണ്ഡിറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സൃഷ്ടിയുടെ കുടുംബം രംഗത്തെത്തി. നടന്നത് കൊലപാതകമാണെന്നും പിന്നിൽ ആദിത്യ പണ്ഡിറ്റാണെന്നും കുടുംബം ആരോപിച്ചു. യുവതിയെ ആദിത്യ പരസ്യമായി അപമാനിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും പണം തട്ടിയെടുത്തെന്നും കുടുംബം ആരോപിക്കുന്നു. മരണത്തിന് 15 മിനിറ്റ് മുമ്പ് സൃഷ്ടി തങ്ങളെ ഫോണിൽ വിളിച്ചതായും സന്തോഷവതിയായി സംസാരിച്ചിരുന്നതായും കുടുംബം. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമാകുന്നു. വായു നിലവാര സൂചിക 500 കടന്നു. പ്രതിസന്ധി മറികടക്കാൻ ശുദ്ധീകരിച്ച ഓക്സിജൻ വിലയ്ക്ക് വാങ്ങി ജനങ്ങൾ. 20 മിനിറ്റ് ശുദ്ധവായു ശ്വസിക്കുന്നതിന് ചെലവ് 299 രൂപ മുതൽ 499 വരെ. അന്താരാഷ്ട്ര വാർത്തകൾ. ലോക സർവമത സമ്മേളനം ഇന്നു മുതൽ വത്തിക്കാനിൽ. ശ്രീനാരായണ ഗുരു നടത്തിയ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് 3 ദിവസം നീളുന്ന സമ്മേളനം. ഇന്ന് വൈകിട്ട് 7-ന് സ്നേഹസംഗമത്തോടെ തുടക്കമാകും. നാളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശീർവാദ പ്രഭാഷണം നടത്തും. കൗമാരക്കാരിൽ സാമൂഹിക മാധ്യമ ഉപയോഗം കുറയ്ക്കാനുള്ള നിർണായക നിയമം പാസാക്കി ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെയുള്ളവർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്ന ബില്ലാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ് പാസാക്കിയത്. ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ ഇരുസഭകളും ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. വ്യവസ്ഥകൾ ലംഘിക്കുന്ന പക്ഷം 5 കോടി ഓസ്ട്രേലിയൻ ഡോളറാണ് പിഴ. കായികവാർത്തകൾ. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയെ പിടിച്ചുകെട്ടാൻ കഴിയാത്ത ഓസീസ് ടീമിനെതിരെ വിമർശനവുമായി മുൻ നായകൻ അലൻ ബോർഡർ. പരമ്പര ഓസീസിന് നഷ്ടമാകാൻ ഇടയുണ്ടെന്നും ബോർഡർ പറഞ്ഞു. ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന്റെ തന്ത്രങ്ങൾക്കെതിരെയും മുൻ നായകൻ രംഗത്തു വന്നു. കോഹ്ലി ക്രീസിലെത്തിയതിന് പിന്നാലെ ഫീൽഡ് ഒരുക്കിയ കമ്മിൻസിന്റെ തീരുമാനത്തെയും ബോർഡർ വിമർശിച്ചു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കില്ലെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ഇക്കാര്യം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനെ അറിയിച്ചു. ICC യോഗം ഇന്ന് ചേരാനിരിക്കെയാണ് പാക് ക്രിക്കറ്റ് ബോർഡ് നിലപാട് വ്യക്തമാക്കിയത്. ടൂർണമെന്റ് നടക്കണമെങ്കിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം പുറത്തു നടത്തുന്ന ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കണമെന്നാണ് ICCയുടെ നിലപാട്. ചാമ്പ്യൻസ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് ലിവർപൂൾ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ലിവർപൂളിന്റെ വിജയം. ഇതുവരെയുള്ള 5 കളികളും ജയിച്ച ഒരേ ഒരു ടീമായി ലിവർപൂൾ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് കയറി. നോക്കാം പ്രാദേശിക വാർത്തകൾ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിരവധി പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റ സംഭവത്തിൽ നടപടിക്ക് ജില്ലാ ഭരണകൂടം. ADMന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുന്നു. റെയിൽവേ പോലീസ് കോർപ്പറേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ 15 പേർക്കാണ് തെരുവ് നായയുടെ കടിയേറ്റത്. കുർവാ സംഘത്തിന്റെ ഭീതിക്കിടെ ബുർഖ ധരിച്ചെത്തിയ ഇതര സംസ്ഥാനക്കാരൻ കാസർഗോഡ് പിടിയിൽ. കുമ്പള ടൗണിൽ വെച്ചാണ് അറസ്റ്റിലായത്. ഒഡീഷ സ്വദേശിയാണെന്നും ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ മയക്കുമരുന്ന് വിറ്റയാൾ പിടിയിൽ. ശ്രീനിവാസപുരം സ്വദേശി ഷിജു ആണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. കോഴിക്കോട് തിരുവമ്പാടിയിൽ പോലീസുകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. കോഴിക്കോട് സിറ്റി കൺട്രോൾ റൂമിലെ സീനിയർ CPO ഷാജിയാണ് മരിച്ചത്. പുല്ലിരാമ്പാറ സ്വദേശിയാണ്. വോളിബോൾ കളിച്ച് മടങ്ങും വഴിയാണ് കുഴഞ്ഞു വീണത്. ഇടുക്കി കട്ടപ്പന കടമാക്കുഴിയിൽ ദേശീയപാതയുടെ ഓടയിൽ വീണയാൾ മരിച്ചു. 54-കാരനായ വെള്ളാരംകുന്ന് സ്വദേശി ജോസാണ് മരിച്ചത്. പുലർച്ചെ ഇതുവഴി വന്ന യാത്രക്കാരാണ് ഓടയിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടതായി കണ്ടത്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവതി മരിച്ചു. പാലക്കാട് ചിറ്റൂരിലാണ് ദാരുണ സംഭവമുണ്ടായത്. മൈസൂർ സ്വദേശി പാർവതിയാണ് മരിച്ചത്.
ചിറ്റൂർ ആലാംകടവിൽ പുലർച്ചെ 3 മണിക്കാണ് സംഭവം. ഇറച്ചിക്കോഴി കയറ്റി വന്ന ലോറി വാഹനം കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇടിച്ചു കയറി മറിയുകയായിരുന്നു. പാർവതിയുടെ ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങി. ഇവർക്കൊപ്പമുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാലക്കാട് തൃത്താലയിൽ നെൽവയൽ മണ്ണിട്ട് നികത്തിയതിൽ നടപടിയുമായി റവന്യൂ വകുപ്പ്. നികത്തിയ ഇടത്തെ മണ്ണുടമയെ കൊണ്ട് നീക്കം ചെയ്യിപ്പിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ AS ദീപുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേതൃത്വം നൽകി. ആറ്റിങ്ങൽ ടൗണിലെ റോഡുകൾ തകർന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ആറ്റിങ്ങൽ BTS റോഡ്, ചിറ്റാറ്റിൻകര വലിയകുന്ന് റോഡ്, ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ റോഡ്, കച്ചേരി നട, കരിച്ചിയിൽ റോഡ്. കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ കുടുങ്ങിയ 3 സ്ത്രീകളും സുരക്ഷിതർ. കണ്ടെത്തിയതായി തിരച്ചിലിനിറങ്ങിയ സംഘം. ഇന്നലെ വൈകിട്ട് പശുവിനെ തേടിയാണ് സ്ത്രീകൾ കാട്ടിലേക്ക് പോയത്. രാത്രിയിൽ പരിശോധനയ്ക്ക് കാട്ടാനക്കൂട്ടവും വെളിച്ചക്കുറവും വെല്ലുവിളിയായി. ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം. പ്രതിദിനം 80,000 എന്ന കണക്ക് പിന്നിട്ടു. ഇന്നലെ നടയടയ്ക്കും വരെ 18ാം പടി കയറിയത് 86,015 തീർത്ഥാടകർ. രാവിലെ 6 മണി വരെ പടി ചവിട്ടിയത് 21,665 പേർ. ഇപ്പോൾ സന്നിധാനത്തെത്തുന്നത് മണിക്കൂറിൽ 4,000-ഓളം തീർത്ഥാടകർ. ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിൽ തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവദിക്കേണ്ടെന്ന ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത് ശബരിമല തന്ത്രിയും മാളികപ്പുറം മേൽശാന്തിയും. കോടതി നിർദ്ദേശം പ്രായോഗികമായി നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാനൊരുങ്ങി ദേവസ്വം ബോർഡ്. തൃപ്പൂണിത്തുറ ശ്രീപൂർണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളത്തിൽ ഹൈക്കോടതി ഉത്തരവ് ഇന്ന്. ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ ഇളവ് തേടി ക്ഷേത്രം നൽകിയ ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. ഉത്സവത്തിന് 15 ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി തേടിയാണ് ക്ഷേത്രം ഭാരവാഹികളുടെ ഹർജി. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടിന് കാരണം അപേക്ഷകളുടെ യോഗ്യതാ നിബന്ധനകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ സംഭവിച്ച വീഴ്ച. 2017-നും 2020-നും ഇടയിൽ 9,021 പേർ ചട്ടവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായാണ് CAG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. യോഗ്യതയില്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്രമരഹിതമായി വിതരണം ചെയ്തതിലൂടെ സർക്കാർ ഖജനാവിന് വൻ നഷ്ടമുണ്ടായതായും CAG റിപ്പോർട്ടിൽ പരാമർശം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും നാളെ മണ്ഡലത്തിലെത്തും. രാവിലെ 11-ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന ഇരുവരും മുക്കത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. കരുളായി, വണ്ടൂർ, ഇടവണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്ക ഗാന്ധി സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ഞായറാഴ്ച മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളുണ്ട്. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം വിട്ടുകൊടുത്തവർ പ്രതിസന്ധിയിൽ. വീട് നിർമ്മിക്കാൻ എയർപോർട്ട് അതോറിറ്റി NOC നൽകാത്തതിനാൽ ദുരിതത്തിലായത് 400-ലധികം പേർ. NOC ലഭിക്കാത്തതിനാൽ നിർമ്മിച്ച വീടുകൾക്ക് നമ്പർ കിട്ടുന്നില്ലെന്നും പരാതി. എയർപോർട്ട് അതോറിറ്റിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിൽ. അസാധാരണ അംഗവൈകല്യത്തോടെ കുട്ടി ജനിച്ചതിൽ ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ വേറെയും പരാതി. ഡോക്ടർ പുഷ്പ എടുത്ത പ്രസവത്തിൽ കുഞ്ഞിന്റെ തോളെല്ലും ഞരമ്പുകളും തകർന്നതായി രക്ഷിതാക്കൾ. 1.5 വയസ്സുള്ള കുട്ടിയുടെ കൈ ഭാഗികമായി തളർന്ന നിലയിലാണ്. കുട്ടിയുടെ അമ്മ അശ്വതിയുടെ ചികിത്സയിലും പിഴവുണ്ടായി. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതി നൽകിയിട്ടും ആശുപത്രി അധികൃതർ തുടർ നടപടിയെടുത്തിട്ടില്ല. ദേശീയ വാർത്തകൾ. ഉത്തർപ്രദേശ് സംഭാൽ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്കെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പ്രാദേശിക സിവിൽ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജുമുഅ നമസ്കാരത്തിന് മുന്നോടിയായി പള്ളിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. പുറത്തുനിന്നുള്ളവർ മുൻകൂർ അനുമതിയില്ലാതെ സംഭാലിലേക്ക് പോകുന്നതിൽ നാളെ വരെ വിലക്കുണ്ട്. മുംബൈയിൽ എയർ ഇന്ത്യ പൈലറ്റ് സൃഷ്ടി തുലിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. യുവതിയുടെ പുരുഷ സുഹൃത്ത് ആദിത്യ പണ്ഡിറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സൃഷ്ടിയുടെ കുടുംബം രംഗത്തെത്തി. നടന്നത് കൊലപാതകമാണെന്നും പിന്നിൽ ആദിത്യ പണ്ഡിറ്റാണെന്നും കുടുംബം ആരോപിച്ചു. യുവതിയെ ആദിത്യ പരസ്യമായി അപമാനിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും പണം തട്ടിയെടുത്തെന്നും കുടുംബം ആരോപിക്കുന്നു.